ഈ കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ചില അട്ടിമറികൾ നടന്നത് ആരും കാണാതെ പോകരുത്. അതിലൊന്ന് കോട്ടയം ജില്ലയിലെ അതിരമ്പുഴ പഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പായിരുന്നു. അതായിരുന്നു ശ്രദ്ധേയം. മുൻപ് കേരള കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു അതിരമ്പുഴ പഞ്ചായത്ത്. ഇവിടുത്തെ 3-ാം വാർഡിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് ആണ് ജയിച്ചത്. എന്നാൽ 2005 ശേഷം ആദ്യമായാണ് LDFന്റെ ഒരു സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുവെന്ന് കോൺഗ്രസുകാർ കൊട്ടിഘോഷിച്ച് നടക്കുന്ന ഈ സമയത്ത് ഭരണപക്ഷത്തെ 3-ാം കക്ഷിയായ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി 216 വോട്ടിന് ജയിച്ചു വന്നത് നിസ്സാര കാര്യമല്ല. 2020 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥി 169 വോട്ടിനാണ് തോറ്റത്. ഇവിടെയാണ് CPM കോട്ടയം ജില്ലാ കമ്മിറ്റി മാണി ഗ്രൂപ്പിനെ മുന്നിൽ നിർത്തി പരീക്ഷണം നടത്തി വിജയിച്ചത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF വൻ ലീഡ് നേടിയ ബൂത്തുകളും വാർഡുകളുമാണിത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പുതുപ്പള്ളിയിലെ വാകത്താനം ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വലിയ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്തിരുന്നു. പുതുപ്പള്ളിയിലെ അകലക്കുന്നം ചെങ്ങള സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിൽ നിന്ന് മാണി ഗ്രൂപ്പ് ഭരണം പിടിച്ചു. മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസിനെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുക എന്ന അടവ് നയമാണ് CPM ഇപ്പോൾ നടപ്പാക്കുന്നത്. മറ്റു ജില്ലകളിലും ഇത് തന്നെ പരീക്ഷിക്കാനാണ് നീക്കം. 1964 കേരള കോൺഗ്രസ് ഉണ്ടായ കാലം മുതൽ കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിൽ ഏറ്റവും കൂടുതൽ മത്സരം നടക്കുന്ന ജില്ലയാണ് കോട്ടയം. കേരള കോൺഗ്രസ് പാർട്ടി രൂപപ്പെടുന്ന സമയത്ത് കോട്ടയത്ത് കോൺഗ്രസ് ആണ് മുന്നിൽ നിന്നിരുന്നതെങ്കിലും മന്നത്ത് പത്മനാഭന്റെ പ്രത്യേക താല്പര്യപ്രകാരം കോൺഗ്രസിൽ തന്നെ ചേർന്ന് നിന്നുകൊണ്ട് മുഴുവൻ കോൺഗ്രസ്സുകാരെയും കേരള കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന് കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിന്റെ തലവര കേരള കോൺഗ്രസ് എന്നാക്കി മാറ്റിയ ആളാണ് KM മാണി. അങ്ങനെയാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. പിന്നീട് ജനിച്ച മുഴുവൻ കോൺഗ്രസ്സുകാർക്ക് കേരള കോൺഗ്രസിനോടും പ്രത്യേകിച്ച് KM മാണിയോടും ആ ഒരു ശത്രുത നിലനിന്നിരുന്നു. ഒടുവിൽ K കരുണാകരന്റെ തന്ത്രപരമായ നീക്കത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയിലേക്ക് കേരള കോൺഗ്രസ് വന്നപ്പോഴും ഈ ശത്രുത ഒരു മറയുമില്ലാതെ തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ കോട്ടയം കേരള കോൺഗ്രസിന്റെ തട്ടകം എന്നറിയപ്പെടുവാനും തുടങ്ങി. കേരള കോൺഗ്രസിന്റെ തട്ടകത്തിൽ കാലൂന്നി നിൽക്കുവാൻ വേണ്ടി ഏത് വൃത്തികെട്ട കളിക്കും കോൺഗ്രസ് തയ്യാറുമായിരുന്നു. അങ്ങനെ കേരള കോൺഗ്രസിന് പ്രത്യേകിച്ച് മാണി ഗ്രൂപ്പിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി കോൺഗ്രസ് നടത്തിയ വൃത്തികെട്ട കളികളുടെ ഭാഗമായിരുന്നു ബാർക്കോഴ കേസ്. അതോടുകൂടി KM മാണി കാലഗതി കൊണ്ടു. ഇനി കേരള കോൺഗ്രസിനെ ഒതുക്കാമെന്ന് കരുതിയാണ് ജോസഫിനെ മാണിയുടെ മകനെതിരെ കളത്തിലിറക്കി കളിപ്പിച്ചത്. അതിൽ ചില കോൺഗ്രസ് നേതാക്കന്മാർക്ക് കുറച്ച് ധൃതി കൂടിപ്പോയതിന്റെ ഫലമായി മാണിപുത്രൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അത് LDFന്റെ തുടർ ഭരണത്തിന് കാരണമാവുകയും ചെയ്തു. കോൺഗ്രസിന്റെ ബുദ്ധി കേന്ദ്രങ്ങളിൽ ഇത് ചർച്ചാ വിഷയമാവുകയും ഇപ്പോഴും ചർച്ചാ വിഷയമാണ്. മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസിന്റെ സ്വാധീനം ബോധ്യപ്പെടുകയും ചെയ്തോടെയാണ് കേരള കോൺഗ്രസ് മുന്നണി വിടുന്നു, ഇടതുമുന്നണി വിടുന്നു, അയ്യോ ഓടിവായേ എന്നും UDFൽ ചേക്കേറാൻ തുടങ്ങുന്നുവെന്നും ഒക്കെയുള്ള അടിസ്ഥാനരഹിതമായ വാർത്തകൾ ചില പ്രത്യേക മാധ്യമങ്ങൾ വഴി പുറത്തു വിടുന്നത്. എന്നാൽ തങ്ങൾ അങ്ങനെ ആലോചിക്കുക പോലും ചെയ്തിട്ടില്ലെന്ന് ജോസ് കെ മാണി പറഞ്ഞതോടെ അതിന് താൽക്കാലികമായി തിരശ്ശീല വീണു. എങ്കിലും കോൺഗ്രസിന് അനുകൂലമായി പൊട്ടിമുളച്ച ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ തങ്ങളുടെ പണി തുടരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും തമ്മിൽ അകലുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ഈ സാഹചര്യത്തിലാണ് അതിരമ്പുഴ ഉപതെരഞ്ഞെടുപ്പിനെ വിലയിരുത്തേണ്ടത്. ഇതൊരു ദിശാസൂചികയാണ്. തങ്ങൾ തന്നെയാണ് മധ്യ കേരളത്തിലെ ശക്തിയെന്നും തങ്ങളെ കൂടാതെ ഒരു മുന്നണിക്ക് മധ്യ കേരളത്തിൽ നിലനിൽപ്പില്ലെന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം മാണി ഗ്രൂപ്പ് തെളിയിച്ചു കൊടുത്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFൽ കേരള കോൺഗ്രസിന് സീറ്റ് നൽകിയിട്ട് റിബൽ സ്ഥാനാർത്ഥിയെ നിർത്തി തോൽപ്പിച്ച ചരിത്രവും കോൺഗ്രസിനുണ്ട്. എല്ലാ കാലത്തും കോൺഗ്രസ് കേരള കോൺഗ്രസിന് നൽകുന്ന സീറ്റിൽ പരീക്ഷിക്കുന്ന അടവ് നയം തന്നെയാണിത്. ഒരു കേരള കോൺഗ്രസ്സുകാരനെയോ തന്നെ ബലിയാടാക്കി കളത്തിലിറക്കി കേരള കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുന്ന പ്രക്രിയയാണ് കോൺഗ്രസ് എന്നും അനുവർത്തിച്ചു വന്നിട്ടുള്ളത്. 2019 കോൺഗ്രസ് ജില്ലയിൽ കേരള കോൺഗ്രസിന് മഹാഭൂരിപക്ഷമുള്ള അകലക്കുന്നം പഞ്ചായത്തിലെ പൂവത്തളപ്പ് വാർഡിൽ കോൺഗ്രസിന് ശക്തമായ പിന്തുണയോടെ PJ ജോസഫ് 2 ചിഹ്നത്തിൽ നിർത്തിയ സ്ഥാനാർത്ഥിക്കെതിരെ സ്വതന്ത്ര ചിഹ്നത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെ സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിച്ച പാരമ്പര്യം മാണി ഗ്രൂപ്പിനുണ്ട്. തമ്മിലടിച്ച് തീരട്ടെ എന്ന കോൺഗ്രസിന്റെ തന്ത്രമാണ് ജോസ് കെ മാണി അവിടെ തകർത്തു കൊടുത്തത്. മാണി ഗ്രൂപ്പിനെ മുന്നണിയിൽ നിന്ന് കോൺഗ്രസ് ചവിട്ടി പുറത്താക്കിയപ്പോൾ സന്തോഷത്തോടെ ഇടതുമുന്നണിയിൽ ഓടിച്ചെന്ന് കയറിയതും ഈ കാഴ്ചപ്പാടിന്റെ പശ്ചാത്തലത്തിലാണ്. ഇതിനിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിലെ പഞ്ചായത്തുകളിൽ മാണി ഗ്രൂപ്പിന് അർഹമായ പ്രാതിനിധ്യം കൊടുക്കുമെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് അവസാന നിമിഷത്തിൽ മുന്നണിയിൽ കുടിയേറിയ കേരള കോൺഗ്രസിനെ വേണ്ട വിധം അന്ന് പരിഗണിക്കാൻ സാധിച്ചില്ലെന്ന പരാതിക്ക് പരിഹാരമാകും. ഏതായാലും ഇനി മാണി ഗ്രൂപ്പിനെതിരെയുള്ള
ഒളിപ്പോരുകൾ ശക്തി പ്രാപിക്കും. മാണി ഗ്രൂപ്പ് മുന്നണി വിട്ടു എന്ന വാർത്തകൾ ഉടൻ നമുക്ക് പ്രതീക്ഷിക്കാം. വാർത്തകൾ പടച്ചുവിടുന്നവർക്ക് ഒരു ആത്മസുഖം, അത്ര തന്നെ.